മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രധാന ലക്ഷ്യമാണ് പോലീസിൻ്റെ ആയുധടിപ്പോ കൊള്ളയടിച്ചുകൊണ്ട് കലാപകാരികൾ കൊണ്ടുപോയ ആയുധങ്ങൾ തിരികെ എത്തിക്കുക എന്നുള്ളത്. ഇതിനായി ബിരേൻ സിംഗ് സർക്കാർ അനവധി തവണ ശ്രമമുണ്ടായെങ്കിലും അത് വിജയിച്ചില്ല. ഇപ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിന് തൊട്ടു പിന്നാലെ മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ല ഒരു മുന്നറിയിപ്പ് നൽകി കലാപകാരികൾക്ക്. 7 ദിവസത്തിനുള്ളിൽ കൊള്ളയടിച്ച ആയുധങ്ങൾ തിരിച്ചെത്തിയില്ലെങ്കിൽ കൃത്യമായ നടപടികൾ നേരിടേണ്ടി വരുമെന്ന്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ അസം റൈഫിൾസ്, മണിപ്പൂർ പോലീസ്, CRPF, രഹസ്യാന്വേഷണ ഏജൻസികൾ എന്തിനും തയ്യാറായി നിന്നു. പിന്നീട് കേട്ട വാർത്ത ഇത്തരത്തിലാണ്. മണിപ്പൂരിലെ ചുരാചന്ദ് ജില്ലയിലെ ഇയിം ബോങ് എന്ന ഗ്രാമത്തിൽ അനവധി കുക്കി, സോയി സമുദായത്തിൽപ്പെടുന്നവർ കൊള്ളയടിച്ച ആയുധങ്ങളുമായി കീഴടങ്ങി. ഇതിന് തൊട്ടു പിന്നാലെ മേത്തി സമുദായങ്ങളും ഇതേ തരത്തിൽ കീഴടങ്ങുമെന്നാണ് ഇപ്പോൾ കേന്ദ്രം പ്രതീക്ഷിക്കുന്നത്. കലാപകാരികളെ അടിച്ചൊതുക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ കുക്കി പ്രദേശങ്ങളിലുണ്ടായിരുന്ന പോപ്പി കൃഷി അടക്കം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സൈന്യം നശിപ്പിച്ചിരുന്നു. അവിടെയൊക്കെ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് ആർക്കും കടന്നു ചെല്ലാത്ത വിധം ആ ഒരു ഭൂമി സംരക്ഷിച്ചിരുന്നതൊക്കെ തട്ടിയകറ്റി. ചെക്ക് പോസ്റ്റുകൾ പകർന്നും സൈന്യം തകർത്തെറിഞ്ഞു. ഏക്കറുകളോളം പടർന്നു കിടക്കുന്ന, അതായത് കുക്കികൾക്കും സോമികൾക്കും അടക്കം ഈ വലിയ രീതിയിൽ കലാപകാരികൾക്ക് സാമ്പത്തിക സ്രോതസ് ലഭിക്കുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന മയക്കുമരുന്ന് ശൃംഖല തകർക്കാനായി. ഏതായാലും സമാധാനം അകലെയല്ല എന്നിപ്പോൾ മണിപ്പൂർ നിവാസികൾ പറയുന്നു. ഏതായാലും ഇത്തരമൊരു നീക്കത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഗവർണർ അജയ് കുമാർ ഭല്ല. ഇതൊരു നല്ല നീക്കമാണെന്നും എല്ലാവരും ഈ പാത പിന്തുടരണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു തുള്ളി രക്തം പൊടിയാതെ തന്നെ മണിപ്പൂരിൽ സമാധാനം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.